അമ്മ സംഘടനയിലെ തല്ലുപിടുത്തം അതങ്ങ് ജനശ്രദ്ധയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇത്രയൊക്കെ ഇന്ന് നമ്മൾ പറയില്ലേ നാട്ടക്കേസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ഒരു സംഘടനയിലെ വിഷയങ്ങളെയൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അപരിചിത, അമ്മ സംഘടനയായതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു താരമൂല്യം വരുന്നത്. വേറെ എല്ലാ സംഘടനയിലും എന്തൊക്കെ നടക്കുന്നു ആരും അറിയുന്നില്ല. നോബഡി ഈസ് ബോതേഡ്. ഇത് താരങ്ങളുടെ ഒരു സംഘടന ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും അതിന് ചെവി കൊടുക്കുന്നത്. നിങ്ങൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലെ. നിങ്ങൾ എന്തിനാ ഇത് ടോപ്പിക്കിൽ നിന്ന് എടുത്തത്? അതിന് വാല്യൂ ഉള്ളതുകൊണ്ടല്ലേ. ഇത് റേറ്റിംഗ് കിട്ടുമെന്ന് വിചാരിച്ചല്ലേ, ഇത് ആളുകൾ കാണുമെന്ന് വിചാരിച്ചാലേ നമ്മൾ തന്നെ ഇരുന്ന് സംസാരിക്കുന്നത്. അത് പോട്ടെ എന്ന് ചവിട്ടി കുട്ടയിൽ എടുത്തെറിയുകയാണെങ്കിൽ വോയിസ് ബോധർ. എത്ര ചാനലിൻ്റെ എത്ര എയർ ടൈമാണ് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. അൻസിബയാണ് താരം. എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ താരമൂല്യം കിട്ടാൻ വേണ്ടി പല ഗിമിക്സുകളും ചെയ്യും. അതുപോലെ അൻസിബ കണ്ടുപിടിച്ചതായിരിക്കും. ഇപ്പം ഏറ്റവും വലിയ വിഷയം ഇതാണല്ലോ, മുസ്ലിങ്ങളെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. ഉടനെ അതിൽ കയറി പിടിക്കുക. ഈ കുട്ടി എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ടിനി ടോം പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. രണ്ട് പക്ഷം ചേർന്ന് ഒരു സംഘടനയ്ക്കുള്ളിൽ അടിയുണ്ടാക്കി അത് പുറത്തേക്ക് കൊണ്ടുവന്ന് മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് പൊതുജന സമക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പുറകിൽ യാതൊരു സാങ്കത്യമില്ല. എൻ്റെ സുചിന്യമായ അഭിപ്രായം അത് ആ സംഘടനയിൽ നടന്ന കാര്യം ഇറ്റ്സ് നോട്ട് ഓഫ് എ കൺസേൺ. ഏതൊക്കെ സംഘടനയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും, ഇതിനേക്കാട്ടിലും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നുണ്ടാവും. അത് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇത് അമ്മയായതുകൊണ്ടല്ലേ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറ്റി, അമ്മ സംഘടന എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കണം നമുക്ക് നിർബന്ധമാണ്. ആദ്യം കുറേ നാൾ 1994 ഈ സംഘടന ഉണ്ടായതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രമുഖരായ ആരും തന്നെ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിമാരാവില്ല. ഇപ്പം പ്രസിഡൻ്റായിട്ടുണ്ടാവും, മോഹൻലാൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ശ്വേതാ മേനനാണ്. പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നവരാരും തന്നെ ഈ സംഘടനയിൽ ഒരു വലിയ അല്ലെങ്കിൽ താരമൂല്യമുള്ള ആളുകളായിരിക്കില്ല. സംഘടനയുടെ നമ്മൾ ഹിസ്റ്ററി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും താരമൂല്യമുള്ളവർ വളരെ കുറവാണ്. ശ്രീ ദിലീപിൻ്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ പൃഥ്വിരാജ് മാത്രമാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മമ്മൂട്ടിയുടെ വീട് പടിക്കിലേക്ക് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് നടയ്ക്ക് ഞങ്ങൾ സമരം നയിച്ചതും ഈ മമ്മൂട്ടി വായ തുറന്ന് എന്തെങ്കിലും ഉരിയാടണമേ ഭഗവാനെ എന്നും പറഞ്ഞ് നിന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പഴമ്പള്ളി നഗറിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഒരു പ്രമുഖനായ നേതാവ് പോലും ഒരു പക്ഷമെടുത്തില്ല. ഒരു പെൺകുട്ടിക്കെതിരെ അതിക്രമം നടന്നിട്ട് അതിനെതിരെ പക്ഷമെടുക്കാണ്ട് മാറി നിന്ന വ്യക്തികളാണ് ഇവരൊക്കെ. പൃഥ്വിരാജ് മാത്രമാണ് ഞാൻ ഇദ്ദേഹത്തോടും അഭിനയിക്കില്ല എന്നുള്ളതും പറയുകയും അമ്മ സംഘടന അദ്ദേഹത്തിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നൊക്കെ പറയുകയും ചെയ്തത്. ദിലീപിൻ്റെ എതിരെ വിചാരണ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡർബാ ഹാൾ ഗ്രൗണ്ടിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഡർബാ ഹാൾ ഗ്രൗണ്ടിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ധാരാളം പ്രമുഖർ വരുന്നതിനും ഭയങ്കര കുത്തും തള്ളുമായിരുന്നു അവിടെ താരങ്ങളെ കാണാൻ വേണ്ടി. അവിടെ വെച്ചാണ് ശ്രീമതി മഞ്ജു വാര്യർ എനിക്കിങ്ങനെ ഒരു സംശയമുണ്ടെന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത്. WCC എന്ന് പറയുന്ന സംഘടന ഉണ്ടായി, വിമൻ കളക്റ്റീവ് ഇൻ സിനിമ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഹേമ കമ്മിറ്റി, കമ്മീഷനാണെങ്കിൽ കാര്യം വേറെയാണ്, എന്തെങ്കിലും ആക്ഷൻ എടുക്കാം, അവർ കൊടുക്കുന്ന ഫൈൻഡിങ്സിൽ ആക്ഷൻ എടുക്കേണ്ടി വരും, അതിനൊരു ലീഗൽ സ്റ്റാൻഡിങ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ അതിനൊരു കമ്മീഷനാക്കി. കമ്മീഷനിൽ ശാരദ ഉണ്ടായിരുന്നു, പ്രമുഖ ആക്ട്രസ്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് യാതൊരു ലീഗൽ വാലിഡിറ്റിയും ഇല്ല. മാത്രമല്ല അവരെന്ത് കണ്ടുപിടിച്ചു, അവർക്ക് കൊണ്ട് പരാതി കൊടുത്ത സ്ത്രീകൾക്ക് നീതി കിട്ടിയോ, അതൊന്നും ഉറപ്പാക്കാനുള്ള യാതൊരു കാര്യവും കമ്മീഷൻ്റെ ആ വ്യവസ്ഥയില്ല. അത് കമ്മിറ്റി അല്ലാതിരുന്നത് കൊണ്ട്. ഇങ്ങനെയൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം ധാരാളം സ്ത്രീകൾ വന്ന് അവർ മീറ്റു എന്നും പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി. ഞാൻ സത്യം പറയുന്നത് അതിനുമെതിരാണ്. ഒരു സ്ത്രീ പറയുമ്പോൾ അതിന് വലിയ വില. ഒരു പുരുഷൻ്റെ മാനമാണ് സ്റ്റേക്കിൽ നടക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചിട്ട്, പ്രത്യേകിച്ച് സിനിമാ രംഗത്തൊക്കെ ഒരു ഡയറക്ടറോട് പോയി ചോദിച്ചിട്ട് റോള് കിട്ടിയില്ലെങ്കിൽ ഉടനെ അദ്ദേഹത്തിന് മീറ്റു എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ക്യാമറാമാൻ ഇവരെ ഫേവർ ചെയ്ത് ക്യാമറ വെച്ചില്ലെങ്കിൽ മീറ്റു എന്ന് പറയാം. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അവർക്ക് നല്ല സംഭാഷണം എഴുതി ചേർത്തില്ലെങ്കിൽ മീറ്റു എന്ന് പറയാം. കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിടക്കപ്പായിന്ന് ചാടിയിട്ട് മീറ്റു എന്ന് പറയുന്നതിൽ എന്താ കാര്യം? പുരുഷന്മാർക്കും ലീഗൽ റൈറ്റ്സ് ഇല്ലേ? പുരുഷന്മാരെയും സ്ത്രീകൾ എത്രമാത്രം ഹരാസ് ചെയ്യുന്നുണ്ട്. പ്രമുഖരായ നടന്മാർക്ക് ഒപ്പം ഒരു ഫോട്ടോ കിട്ടാൻ, അവരെ തോണ്ടാൻ, അവർ പിച്ചാൻ വേണ്ടി എത്രയോ സ്ത്രീകൾ എന്തൊക്കെ ചെയ്യുന്നു. അവരുടെ തോണ്ടലും പിച്ചിലും ഇഷ്ടമല്ലെങ്കിൽ പോലും കടിച്ചമർത്തി സഹിക്കാൻ നിർബന്ധിതരാകുന്ന എത്രയോ മഹാനടന്മാരുണ്ട്.
അപ്പൊ അവർക്കൊക്കെ പറയാൻ തുടങ്ങിയാൽ മീ ടു എന്ന് അവരും പറയാൻ തുടങ്ങിയാലോ. അപ്പൊ നമ്മുടെ വിഷയം അതല്ല എന്നിരിക്കെ അൻസിബയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അൻസിബ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്? എൻ്റെ സുചിന്തിതമായ അഭിപ്രായത്തിൽ അൻസിബ പറയേണ്ടിയിരുന്ന ഫോറം ഇതല്ല. ഇങ്ങനെ ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാവുന്നതേ ഉള്ളൂ. എനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു, എനിക്കെതിരെ മതപരമായ കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞു എന്ന് എനിക്കത് പറയാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാവർക്കും അത് ബൈഹാർട്ടാണ്. ടിനി ടോം പറഞ്ഞു എന്ന് പറയുന്ന വാക്യങ്ങൾ എല്ലാവർക്കും ബൈഹാർട്ടായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ അൻസിബ ചെയ്യേണ്ടിയിരുന്നത് അതല്ല. അവർ രാജിവെച്ചു, ശരിയാണ്, അവർ രാജിവെച്ചു പോയി. ഇപ്പോൾ ഒരു ഫേമസ് നടിയാണ്, ദൃശ്യം 3 വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടിയാണ് അൻസിബ എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ വലിയ സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. ദൃശ്യത്തിൽ കൂടെ ഫേമസ് ആയി, ദൃശ്യത്തിൽ കൂടെ നിലനിന്ന് പോകുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ പറയുന്നു. അത് അവരുടെ അതും പറഞ്ഞ് എൻ്റെ മേത്ത് ചാമ്പാനായിട്ട് ആരും വരണ്ട. ഞാൻ പറയുന്നത് ശ്വേതാ പോലെ ഒരു വലിയൊരു ആക്ട്രസ് അല്ല, അപ്കമിങ് ആക്ട്രസ് എന്ന് പറയാം. ബട്ട് ടിനി ടോം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശരിയാണ്, അവിടെ തന്നെ കൊടുത്തു, അത് വലിച്ചു കീറി കൊട്ടയിലിട്ടു എന്നാണ് അൻസിബയുടെ കംപ്ലൈൻറ്റ്. അങ്ങനെ സത്യമായിട്ടുണ്ടെങ്കിൽ പോലീസിന് നടപടി എടുക്കാം. ഇത് പരസ്യമായിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ. അവര് ഇങ്ങനെ ജാതിപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജാതിയിൽ മതപരമായിട്ട് അപമാനിച്ചെന്ന് പറയുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താൽ മതി. അവിടെ സംഘടനയിൽ കൊടുത്തിട്ട് അവർക്ക് അർഹതപ്പെട്ട ന്യായം കിട്ടിയില്ല. ആ സംഘടനയിൽ നിന്ന് എന്ത് ന്യായമാണ് പ്രതീക്ഷിക്കേണ്ടത്? ശ്വേതാ മേനോൻ എന്ന പ്രസിഡന്റ് പറയുന്നുണ്ട് കുറേ നാളത്തേക്ക് അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു. പ്രസിഡന്റായി ചാർജ് എടുത്തതിന് ശേഷം ഷി വാസ് നോട്ട് അവെയർ ഓഫ് വാട്ട്സ് ഹാപ്പനിങ് ഇൻസൈഡ് ദ അസോസിയേഷൻ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ പോകുന്നത് സെക്രട്ടറിയുടെ കയ്യിൽ കൂടിയാണ്. കുക്കു പരമേശ്വരൻ വന്ന് ഓരോന്ന് പറയുന്നുണ്ട്, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആക്ട്രസ് വന്ന് പറയുന്നുണ്ട്, പാർവതി വന്ന് പലതും പറയുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ പറയാൻ നിൽക്കാണ്ട് ഇതെല്ലാം മീഡിയയിട്ട് അലക്കാണ്ട് ഇവർക്ക് നീതി കിട്ടിയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുക. അതുപോലെ അൻസിബ പറയുന്നുണ്ട്, ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ് നമ്മളെ പലരും മീഡിയയിൽ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു അമ്പലം വഴി ഒരു സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവരത് വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഒരു മതത്തിൻ്റെ സംഘടനയില്ല അല്ലെങ്കിൽ മതപരമായ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സംഘടന സ്പോൺസർഷിപ്പ് സ്വീകരിക്കുകയാണെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളും കൊണ്ടുവരുന്ന സ്പോൺസർഷിപ്പുകൾ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാകും. അത് വേണ്ട, ഇതൊരു ന്യൂട്രലാണ്. ഐ ലൈക്ക് ഹർ ആറ്റിറ്റ്യൂഡ്. അൻസിബ പറഞ്ഞത് ശരിയാണ്. ഒരു സിനിമയിൽ എല്ലാ ആൾക്കാരും പ്രവർത്തിച്ചു, ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ എനിക്ക് വളരെ ബോറാണ്. ഇത് നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല അല്ലേ, ഇന്ന ഇതെന്ന്. എല്ലാ കലാകാരന്മാരും ടെക്നീഷ്യന്മാരും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് സിനിമാ ഫീൽഡ്. അവിടെ ഒരു കുട്ടിയെ പോയിന്റ് ഔട്ട് ചെയ്ത ഒരു പരാമർശം സത്യസന്ധമായിട്ടുണ്ടെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന സംഘടനയിൽ നിന്നും അവർക്ക് നീതി കിട്ടിയില്ല എങ്കിൽ അവർ നേരിട്ട് തന്നെ പോയിട്ട് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ അവർക്ക് ന്യൂനപക്ഷ കമ്മീഷനുണ്ട്, അവിടെയോ അവർക്ക് ഹർജി സമർപ്പിക്കാം. അതാണ് അവർ ചെയ്യേണ്ടത്. ഇനി ഈ മീഡിയയിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കുന്ന ഒരു ഹാബിറ്റ് അവർ നിർത്തുക. കാരണം അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് സിനിമാ താരങ്ങളായതുകൊണ്ട് മാത്രമാണ്. അവർ ചെയ്യേണ്ട ജോലി അഭിനയമാണ്. തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന റോള് നന്നായി അവർ ചെയ്യുക. ഇങ്ങനെ അവരുടെ എല്ലാവരുടെയും ക്രിയേറ്റീവ് മൈൻഡ് വേറെ തലത്തിലേക്ക് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അൻസിബയ്ക്ക് ഒരു ബുദ്ധിമുട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ്, ഒരാൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി ഒരു യങ് ആൻഡ് അപ്കമിങ് ആക്ട്രസിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് പറയുന്നത്. അൻസിബ, വി ആർ ഓൾ വിത്ത് യു. വി വിൽ കം വിത്ത് യു ടു ഫയൽ പെറ്റീഷൻ ഓർ എ കേസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹു ഇസ് സപ്പോസ് ടു ഹാവ് സെഡ് ദിസ്. ഞങ്ങളെല്ലാവരും ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ പൗരത്വ ബോധമുള്ള ഇവിടുത്തെ പൗരന്മാർ എന്ന നിലയിൽ അൻസിബ താങ്കളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. വി ആർ വിത്ത് യു, ഡോണ്ട് വറി. ടിനി ടോം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊതുവായി വന്ന് മാപ്പ് പറയുക, അതോടെ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന് ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകേണ്ടി വരും. പ്രത്യേകിച്ചും ആ കുട്ടി എഴുതി കൊടുത്ത സാഹചര്യത്തിൽ. ശ്വേതാ മേനോൻ പറയുന്നു ഇതൊരു താരസംഘടന പൊളിറ്റിക്കലായിട്ടൊന്നല്ല, ആ സംഘടനയിലെ ആൾക്കാരുടെ വെൽബീയിങ് മാത്രമാണ് നോക്കേണ്ടത്. വെൽബീയിങ് എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതും വെൽബീയിങ്ങിൽ വരും. അല്ലാണ്ട് പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ചെക്ക് ചെയ്യുക എന്നല്ല വെൽബീയിങ് എന്ന് പറയാം. അല്ലെങ്കിൽ കൈനീട്ടം കൊടുക്കുക എന്ന് മാത്രമല്ല വെൽബീയിങ്. ആ സംഘടനയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ടിനി ടോം, ജോയിന്റ് സെക്രട്ടറിയാണ് അൻസിബ. ജോയിന്റ് സെക്രട്ടറിക്കെതിരെയാണ് ടിനി ടോം ഇങ്ങനൊരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ നടത്തിയിരിക്കുന്നത് അത് തികച്ചും തെറ്റാണ്. ശ്വേതാ മേനോൻ മാഡം, താങ്കളും ശ്രദ്ധിക്കേണ്ടത് താങ്കളുടെ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക. അവർ പറയുന്ന കാര്യങ്ങൾ നല്ല വ്യക്തവും സുദൃഢവുമാണെന്ന് ഉറപ്പാക്കുക. കാരണം
അഭിനേതാക്കളെ, വലിയ വലിയ ആക്ടേഴ്സിനെ കണ്ട് അത് അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു ഫോളോവേഴ്സിൻ്റെ കൂട്ടം തന്നെ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇതുപോലെ കലവിലയം അപസ്വരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് വിൽ റിഫ്ലക്ട് വെരി ബാഡ്ലി ഓൺ യുവർ ലീഡർഷിപ്പ് മാഡം. സോ അൻസിബയുടെ കംപ്ലൈൻറ്റ് കയറി ചവിട്ടുകുട്ടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുക, ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ച് തീർത്തത് വായിക്കുക, ആ കംപ്ലൈൻറ്റിലെ സത്യാവസ്ഥ മനസ്സിലാക്കുക. താങ്കളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോലീസും അതുപോലെ നിയമപാലകരും ഉണ്ടാവുമെന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു.